വീക്കെൻഡ് എന്താ പരിപാടി? ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ആയിട്ട് അധികം ദൂരത്തൊന്നും പോവാതെ ബാംഗ്ലൂർ സിറ്റിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റിസോർട്ടിൽ താമസിക്കാനുള്ള ഒരു സജഷൻ പറഞ്ഞു തരട്ടെ. ഇത് ഇലക്ട്രോണിക് സിറ്റിയിലുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ ലാസ്റ്റ് മിനിറ്റ് ആണ് ഇങ്ങനെയുള്ള പ്ലാനൊക്കെ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ റൂം കിട്ടിയെന്നില്ല. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് നോക്കുന്നവർക്ക് മിക്കവാറും അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് ഇത്. ഇത് റമീസ് ഗസ്റ്റ് ലൈൻ ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു റിസോർട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഇലക്ട്രോണിക് സിറ്റിയിൽ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അതും വളരെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. 2 അഡൽട്സിനും ഒരു കിഡ് അല്ലെങ്കിൽ 2 കിഡ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് അക്കോമഡേറ്റ് ആവാൻ പറ്റുന്ന ഒരു സംഭവം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നീറ്റ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട്. അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഏതെങ്കിലും ഒരു റിസോർട്ടിൽ പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം നോക്കുന്നത് ബാത്റൂം ക്ലീൻ ആണോ എന്നുള്ളതാണ്. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പ്ലസ് ഒരു കിഡ്സ് പൂളും കൂടി ഉണ്ട്. അപ്പം അതുകൊണ്ട് അഡൽട്സിന് വേണമെന്നുണ്ടെങ്കിൽ പൂൾ ഗെയിംസ് ഒക്കെ കളിക്കാം, കിഡ്സിന് അവരുടെ പൂളിനെ എൻജോയ് ചെയ്യാം. അപ്പം ഇവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബൗൺസി ബെഡിൽ വന്നിട്ട് ഇങ്ങനെ ചാടി തുള്ളുന്നതും പിന്നെ ഇടയ്ക്ക് ഫോൺ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുന്നതും ഒക്കെ ഇവന് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. വന്ന ഉടനെ തന്നെ പൂളിലേക്ക് ചാടുന്നുണ്ടായിരുന്നു. പക്ഷെ വെയിലായതുകൊണ്ട് നമ്മൾ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തു. എന്നാലും നമ്മൾ എപ്പോഴും ഒരു സൺസ്ക്രീൻ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇതാണ് കേട്ടോ. പിന്നെ പെർഫ്യൂം, പിന്നെ ഒരു ചെറിയ ലിപ്സ്റ്റിക്ക്, ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മളിതാ പൂളിലേക്ക് ചാടാൻ പോവാണ്. ഞാൻ ചാടുന്നില്ല, ഇവരാണ് ചാടുന്നത്. ഇവർക്കാണ് ഈ പൂളിനോട് ഇത്ര വലിയ താല്പര്യമുള്ള ആൾക്കാർ. ഇത് നമ്മൾ അഷ്ടുവിന് കാലിൻ്റെ സർജറിക്ക് മുൻപേ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. അഷ്ടു ഭയങ്കര ഫ്രീ ആയിട്ട് വാക്ക് ചെയ്യുന്നതും പൂളിൽ സ്വിം ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഇപ്പം അതൊന്നും പറ്റുന്നില്ലല്ലോ ആൾക്ക് എന്നുള്ളൊരു വിഷമം തോന്നുന്നുണ്ട്. എന്നാലും സാരില്ല. അപ്പോൾ ഒരുപാട് നേരം പൂളിൽ കളിച്ചതിന് ശേഷം നല്ലോണം ക്ഷീണിച്ചു, വിശന്നു. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്തു. പക്ഷെ ഫുഡ് വരാൻ കുറച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചൊരു ഇതായിട്ട് തോന്നിയത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത സ്റ്റാർട്ടേഴ്സ്, പനീറൊക്കെ വളരെ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ കുറച്ച് നൂഡിൽസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ബാക്കിയുള്ളത് പാക്ക് ചെയ്ത് റൂമിലേക്ക് കൊണ്ടുവന്നു. കാരണം കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിശക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹോട്ടലിൽ നമ്മൾ പോവുകയാണെങ്കിൽ കഴിച്ചതിൻ്റെ എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ അത് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഒന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് നേരം ഈ പാർക്കിലൊന്ന് കളിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അവിടെ കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നറും കഴിച്ച് റൂമിലേക്ക് തിരിച്ചു വന്ന് നന്നായിട്ട് ഉറങ്ങി കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് നല്ല ഫ്രഷ് ആയിട്ട് എണീറ്റു. പക്ഷേ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഇത് പഫ്നെസ് കണ്ടോ? ഇത് ഡീഹൈഡ്രേഷൻ വരുമ്പോഴാണ് എനിക്ക് സാധാരണ വരാറ്. നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ വെള്ളം കുടിക്കാൻ മറന്നു പോകും. അങ്ങനെ മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളിതാ ബാക്കിയുള്ള ഗെയിംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. ഈ പാർക്കിൽ ഉള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യായിരുന്നു. എനിക്ക് അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് പല പല രീതിയിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നടക്കാനും കുറേ സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ വളരെ വലിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ അഡൽട്സിന് ഒരുപാട് ഗെയിംസ് ഓപ്ഷൻസ് ഉണ്ട്. കിഡ്സിനും ഇതുപോലെ ഒരു പാർക്ക് പോലെ ഒരുപാട് ഏരിയ ഉണ്ട്. പിന്നെ വെറുതെ വാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനും പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം ഞാനിങ്ങനെ നമ്മുടെ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ടുള്ള ബി റോൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു.
ആക്ച്വലി ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെഡിങ് ഫോട്ടോഷൂട്ടായാലും ബർത്ത്ഡേ ഫോട്ടോഷൂട്ടായാലൊക്കെ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും ഒരു ഗ്രൂപ്പായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ, ഒരു വീക്കെൻഡിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഫൺ ആക്ടിവിറ്റീസും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ അതിനുശേഷം നമ്മൾ വേഗം പോയിട്ട് നമ്മുടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ റെമീസ് ഗസ്റ്റ് ലൈൻ ഹോട്ടലിനോട് ബൈ പറയുകയാണ് ചെയ്തത്. എന്തായാലും സർവീസ് വളരെ നല്ലതായിരുന്നു, അമ്യൂണിറ്റീസും നല്ലതായിരുന്നു, ആൻഡ് സ്റ്റേ വാസ് ഓൾസോ വെരി നൈസ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത നിങ്ങളുടെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഉള്ള ഒരു സ്റ്റേക്കേഷൻ ഇവിടെ പ്ലാൻ ചെയ്തോളൂ.